നമ്മുടെ പുതിയ പെൺകുട്ടികൾക്കൊക്കെ ഒരു സംശയം ഉണ്ടെന്ത്, ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഈ ആണുങ്ങളെ നിയന്ത്രണത്തിൽ എവിടേക്കെങ്കിലും പോണെങ്കിൽ സ്വന്തം വീട്ടിൽ പോണെങ്കിൽ വരെ സമ്മതം വേണം, ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, അവിടെ കല്യാണം വേണ്ടാന്ന് പറയലുണ്ട്. വലിയ തെറ്റിദ്ധാരണയാണ്. നിങ്ങളുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, കല്യാണം കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നാണ്. ഞമ്മൊരു പ്രശ്നം സത്യത്തിൽ എന്താണ്? പുരുഷൻ എന്ന് പറയുന്നതിന്റെ പുരുഷന്റെ അധികാരത്തെ ഖുർആൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാം. പുരുഷന്റെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോലീസിന്റെ SIന്റെമാരുടെ അധികാരമല്ല. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. അർരിജാലു പുരുഷന്മാർക്ക് എന്തുണ്ട്? സ്ത്രീകളുടെ മേലെ ഒരു സംരക്ഷണാധികാരമുണ്ട്. അതിന്റെ സംരക്ഷണാധികാരം അത് ഭർത്താവിന് മാത്രമല്ല, അത് ഭർത്താവിനെ കുറിച്ച് മാത്രം പറഞ്ഞതല്ല. കല്യാണം കഴിയാത്തൊരു പെണ്ണിന് വാപ്പന്റെ നിയന്ത്രണമല്ലേ, സമ്മതം വേണ്ടേ? വാപ്പന്റെ സമ്മതം വേണ്ടേ? വാപ്പല്ലെങ്കിൽ ആണിന്റെ സമ്മതം വേണ്ടേ? ഒരാണിന്റെ സമ്മതം വേണം, ഒരാണിന്റെ സംരക്ഷണം വേണം, ഒരാണിന്റെ എസ്കോർട്ട് വേണം. അല്ലാതെ പറ്റൂല. അത് ഭർത്താവിന് മാത്രമല്ല, അവൾക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുക, അവളെ സംരക്ഷിക്കുക, അവൾക്ക് നിർഭയത്വം ഉണ്ടാവുക, അവളെ കൂടെ യാത്ര ചെയ്യുക, ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഒരു പുരുഷൻ എപ്പോഴും ഒരു സ്ത്രീയുടെ കൂടെ ഉണ്ടാവും. ഹജ്ജിന് പോവാണെങ്കിൽ വരെ വേണ്ടേ? ഒരു മഹറം വേണ്ടേ? ഒരാണ് വേണം. അതാണ് ഒരാണിന്റെ അധികാരം. അതെങ്ങനെയാണ് അയാൾക്ക് അധികാരം കിട്ടുന്നത്? കണ്ണുരുട്ടിയിട്ട് പേടിപ്പിച്ചിട്ടൊന്നുമല്ല. സമ്പത്ത് ചെലവഴിച്ചിട്ടാണ്. അതായത് അവൾക്ക് വേണ്ടതൊക്കെ കൊടുക്കുക. അവൾ ഇനി ഒരു പണിക്കും വേണ്ട, ജോലിക്കും വേണ്ട, ഒന്നും വേണ്ട, അവൾക്കുള്ള വസ്ത്രവും ഭക്ഷണവും മനസ്സമാധാനം എല്ലാം ഇയാൾ കൊടുക്കും. അതായത് ഒരു ജോലി ചെയ്യുന്ന ഒരു പെണ്ണിന് ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം ഏതുപോലെ അവൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ അതുപോലെ ഭർത്താവിനോട് അവൾക്ക് ക്ലെയിം ചെയ്യാം അവളുടെ എല്ലാ ആവശ്യങ്ങളെയും. അത് കൊടുത്തില്ലെങ്കിൽ കോടതി കൊടുത്താൽ പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് വരും. ഭർത്താവിനെ സംരക്ഷിക്കണില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ അക്കൗണ്ടിലേക്ക് പൈസ വരും. ഗവൺമെന്റ് പിന്നെ കോടതി നിശ്ചയിക്കുന്ന പണം അതിലേക്ക് വരും. അത്രമാത്രം അവകാശമുണ്ട് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിൽ നിന്നും അവകാശങ്ങളും കാര്യങ്ങളും കിട്ടാൻ അത്രമാത്രം അധികാരമുണ്ട്. അപ്പോ ഒരു വാപ്പയെ പോലെ, ജ്യേഷ്ഠനെ പോലെ, അതേപോലെ തന്നെ സംരക്ഷണങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഭർത്താവിന്. സത്യത്തിൽ ഒരു കുടുംബത്തിന്റെ നിയന്ത്രണം ആരത്തരങ്ങള് പെണ്ണുങ്ങളെ ഇരുത്താണ്. പെണ്ണുങ്ങളാണ് നിയന്ത്രിക്കുന്നത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും. നിങ്ങളുടെ ഭാര്യയൊന്ന് പണി മുടക്കിയാൽ, അവളൊന്ന് വീടിന്റെ കാര്യത്തിലൊന്ന് പിണങ്ങിയാൽ വീട് നിശ്ചലമാകും. എന്റെ സുഹൃത്തിന്റെ ഭാര്യ മരിച്ചു ആക്സിഡന്റിൽ. ഞാൻ അയാളെ വീട്ടിൽ ചെന്ന് മരിച്ച് 3-ാമത്തെ ദിവസത്തിൽ ഞാൻ എത്തിയത്. അപ്പൊ ചെന്നപ്പോ അദ്ദേഹം എന്റെ കൈ പിടിച്ച് പറഞ്ഞ എന്താ അറിയോ, വരാന്തിയിൽ നിന്നിട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ വീട് നിന്നുപോയി, ഈ വീട് നിന്നുപോയി. അപ്പൊ ചില ആളുകളൊക്കെ എന്താ വെച്ചാൽ ഭാര്യമാര് മരിച്ച ചിലപ്പോൾ 3 മാസമോ 4 മാസമോ കഴിഞ്ഞ മുന്നേ കല്യാണം കഴിക്കും. പിറ്റേ തന്നെ കല്യാണം കഴിക്കാൻ ഇസ്ലാമിൽ തെറ്റുന്നില്ല. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ എല്ലാരും പറയും, കണ്ടോ അവളും മരിച്ചിട്ട് ഒരു വിഷമം അവനില്ല, എത്ര പെട്ടെന്നാ അപ്പൊ അവൻ വിവാഹം കഴിച്ചതെന്ന് പറയും. സത്യത്തിൽ എന്താ അറിയോ, ഈ മരിച്ച സങ്കടമില്ലാഞ്ഞിട്ടോ ഇവളെ മറന്നു പോയിട്ടൊന്നുമല്ല. ഒരു ഭാര്യ ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരാണിന്. ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഭർത്താവ് വേണ്ടെന്ന് പറഞ്ഞ് വർഷങ്ങളോളം ജീവിക്കുന്നുണ്ട്. എന്നാൽ ഭാര്യ മരിച്ചാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രമാത്രം ഒരു പെണ്ണിനെ ആശ്രയിക്കണം. നമ്മൾ ആരെയാണോ ആശ്രയിക്കുന്നത് അവരെ കൺട്രോളിലാകും നമ്മൾ. എല്ലാ പുരുഷന്മാരും ഭാര്യമാരെ കൺട്രോളിലാണ്. അതുകൊണ്ട് അവര് പറയുന്നതെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവാണ്. നമ്മുടെ പെൺകുട്ടികളെ തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഇവര് പോലീസുകാരമായി ഇങ്ങനെ നടക്കുകയാണ്, നമുക്ക് യാതൊരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്നാണ്. വീടിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നു. അതുകൊണ്ടാണ് അൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്ത്. എന്താ റാഇയത്ത് എന്ന് പറഞ്ഞാൽ? ഭരണാധികാരി എന്നാണ്. ഒരു വീടിന്റെ ഭരണാധികാരിയാകുന്നു സ്ത്രീ. അൽ മർഅത്തു റാഇയത്തുൻ. അവൾ വിചാരിച്ചാലേ ആ വീടിന്റെ കാര്യം അറിയൂ. ഒരു പക്ഷേ മോട്ടർ ഓഫായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടാങ്കിൽ വെള്ളം നിറഞ്ഞൊഴുകിയാൽ ഭർത്താവ് മാത്രം വീട്ടിലാണെങ്കിൽ ഒരു പക്ഷെ അതിന്റെ വാൽവ് എവിടെയെന്ന് പോലും അയാൾക്ക് അറിഞ്ഞോളുന്നില്ല, സ്വിച്ച് എവിടെയെന്ന് പോലും അറിഞ്ഞോളുന്നില്ല. അത്രമാത്രം അജ്ഞത പല പുരുഷന്മാർക്കും വീടിന്റെ കാര്യങ്ങളിലുണ്ട്. അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രണം. ഈ നിലക്ക് രണ്ടുപേരും തങ്ങളുടെ ആ ഒരു പരിഗണന ഭർത്താവിന് നൽകേണ്ട ഒരു പരിഗണന നൽകാൻ സമയവും സന്ദർഭവും കാണിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്.